ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാമത്തെ ടെസ്റ്റിന്റെ നാലാമത്തെ ദിവസമായിരുന്നു ഇന്ന് ഇന്ത്യ മികച്ച കളിയാണ് പുറത്തെടുത്തത്. പക്ഷേ ഇന്ത്യക്ക് ഓസീസിന്റെ റൺസ് മറികടക്കാൻ സാധിച്ചില്ല. ഇന്ത്യയുടെ 9 വിക്കറ്റ് പോയിരിക്കുകയാണ്. ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചത് ജഡേജയായിരുന്നു. ജഡേജ മികച്ച ബാറ്റിംഗ് ആണെന്ന് പുറത്തെടുത്തത്. സിക്സറുകളും ഫോറുകളുമായി ജഡേജ കളം നിറഞ്ഞു കളിച്ചു. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ രാഹുലും രോഹിത് ശർമ്മയുമായിരുന്നു ക്രീസിൽ. ഈ ഒരു കൂട്ടുകെട്ടിന് അധികം ആയുസുണ്ടായിരുന്നില്ല. രോഹിത് വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 10 റൺസ് മാത്രമാണ് രോഹിത് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജഡേജയാണ് കളത്തിലെത്തിയത്. ജഡേജയും രാഹുലും മാത്രമാണ് ഒന്ന് പിടിച്ചു നിന്നത്. രാഹുൽ 84 റൺസ് എടുത്തു. അതുപോലെ ജഡേജ 77 റൺസ് എടുത്തു. ഈ രണ്ടുപേരും പിടിച്ചു നിന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ 200 റൺസിൽ താഴെ ഓൾ ഔട്ട് ആയേനെ. ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ 445 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്ക് ആ ടാർഗറ്റ് എടുക്കാൻ സാധിച്ചില്ല. ഇന്ന് കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 252 റൺസാണ്. 193 റൺസിന് ഓസ്ട്രേലിയ മുൻപന്തിയിലാണ്. നാളെ ഇന്ത്യ ഓൾ ഔട്ട് ആയിരിക്കും. നാളെ ടെസ്റ്റിന്റെ അവസാനത്തെ ദിവസമാണ്. ഓസ്ട്രേലിയ ഒരു 100 റൺസ് എടുത്ത് ഇന്ത്യക്ക് പെട്ടെന്ന് ബാറ്റിംഗ് തരും. അപ്പോഴേക്കും 300 റൺസിന് ലീഡ് ഓസ്ട്രേലിയക്ക് ഉണ്ടായിരിക്കും. ഒറ്റ ദിവസം കൊണ്ട് ആ ടാർഗറ്റ് മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഓസീസിനാണ് വിജയ സാധ്യത. നാളത്തെ ഒരു ദിവസം ഇന്ത്യ പിടിച്ചു നിന്നാൽ ഈ ടെസ്റ്റ് സമനിലയിൽ അവസാനിപ്പിക്കാം. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ബാറ്റിംഗ് അനുസരിച്ച് ഓസീസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് മികച്ച ബൗളിംഗ് ആണ് ഓസ്ട്രേലിയ കാഴ്ചവെക്കുന്നത്. എന്തായാലും ടെസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളത്തെ ദിവസം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പണ്ട് ഋഷഭ് പന്ത് ഗാബയിൽ കളിച്ചതുപോലെ വേഗത്തിൽ റൺസ് സ്കോർ ചെയ്താൽ ഇന്ത്യക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ജയിക്കാൻ സാധിക്കും. ഇന്ത്യക്ക് ഇപ്പോഴും ചെറിയൊരു സാധ്യതയുണ്ട്. കൂടുതലും ടെസ്റ്റ് സമനിലയാകാനാണ് സാധ്യത. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.